എൻ്റെ പൊന്നു ഡോക്ടറെ, റോഡിൽ കൂടെ ഒന്നും വരാൻ പോലും പറ്റില്ല. ഇന്ന് വണ്ടി എടുത്തോണ്ട് വന്ന പാട് എന്തൊരു കഷ്ടമായിരുന്നു. ഫുള്ള് ചെളിയും അഴുക്കും അതും ഇതും എല്ലാം. അപ്പം അഞ്ജിത പറഞ്ഞാലും കാര്യമുണ്ട്. മഴക്കാലമാണ്, റോഡ് പണി നടക്കുവാണ്, റോഡ് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ക്ലിനിക്കിൽ നിന്ന്. അപ്പം വെള്ളം കെട്ടി റോഡിലെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എതിരെ ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. ഈ സ്കൂട്ടറുകാരൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെള്ളം വീഴേണ്ടെന്ന് കരുതി ഈ വെള്ളക്കെട്ടിൻ്റെ ഇപ്പറ വെച്ചിട്ട് വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് നിർത്തി വെച്ചേക്കുക. ഇദ്ദേഹം വളരെയധികം സ്പീഡിൽ വന്ന് ഈ വെള്ളം ഇത്രയും തെറിപ്പിച്ച് എൻ്റെ മേത്ത് മൊത്തമായി. ഈ സ്കൂട്ടറിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. റോഡ് ക്രോസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ കാണും, പ്രായമായ സ്ത്രീകൾ കാണും, വയസ്സായ അപ്പൂപ്പന്മാർ കാണും. ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാറിലോ സ്കൂട്ടറിലോ ഒക്കെ ആണെങ്കിൽ വെള്ളക്കെട്ടോ ഒക്കെ കാണുവാണെങ്കിൽ പതിയെ നമ്മുടെ വണ്ടി ഒന്ന് നിർത്തി കൊടുക്കുക. അവരൊന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നിടം വരെ ഒന്ന് പതിയെ സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കുക. അതെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഹ്യൂമൻ കാര്യമാണ്. അത് നമ്മളെല്ലാവരും ചെയ്യണം. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാൽ ചെയ്യാത്തവർ കുറേ പേര് കാണും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾക്കിടയിലൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. ബൈ.